ജനുവരി 29 വിശുദ്ധ അപ്പോളിനാരിസ് രക്തസാക്ഷിയായ മെത്രാൻ. 2-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ ഈ പുരോഹിത ശ്രേഷ്ഠൻ മധ്യ ടർക്കിയിൽ ഫ്രീജിയയിലെ ഹിയറാപോലിസിൽ മെത്രാനായിരുന്നു. വളരെ കുറച്ച് വസ്തുക്കൾ മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പോളിനാരിസ് ദൈവശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു വേദപാരംഗതനായിരുന്നുവെന്ന് പല ഈടൂറ്റ ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്നും വിശുദ്ധ ജെറോമും തിയോഡറേറ്റും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. ആദ്യകാലത്തെ പല അബദ്ധ സിദ്ധാന്തങ്ങളുടെയും യുക്തിരാഹിത്യത്തെ തെളിയിക്കുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. അന്നത്തെ റോമൻ ചക്രവർത്തി മാർക്കസ് ഒറേലിയൂസ് ഒരു തികഞ്ഞ തത്വജ്ഞാനിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സൈന്യം ക്വാദികളുമായുള്ള യുദ്ധത്തിൽ ശത്രുക്കളാൽ വളയപ്പെട്ടു. അതോടെ കഠിനമായ ജലക്ഷാമവുമുണ്ടായി. ദാഹജലം കിട്ടാതെ വലഞ്ഞ സൈന്യത്തിൽ ഉണ്ടായിരുന്ന നിരവധി ക്രിസ്ത്യാനികൾ അടർക്കളത്തിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഉടൻ ആകാശം കാർമേഘങ്ങളാൽ ഇരുണ്ടുമൂടി നല്ല മഴ പെയ്തു. പട്ടാളക്കാർ മഴവെള്ളം ശേഖരിച്ച് കുടിച്ച് ദാഹം തീർത്തു. ശക്തി വീണ്ടെടുത്ത പട്ടാളക്കാർ ശക്തമായി തിരിച്ചടിച്ചു. അങ്ങനെ ചക്രവർത്തിയുടെ സൈന്യം ക്വാദികളെ തോൽപ്പിച്ചു വിജയം നേടി. 175-നോടടുത്ത് അപ്പോളിനാരിസ് ക്ഷമാപണരീതിയിൽ ഒരു ഗ്രന്ഥം രചിച്ച് മാർക്കസ് ഒറേലിയൂസ് ചക്രവർത്തിക്ക് സമർപ്പിച്ചു. അതിൽ അദ്ദേഹം പ്രാർത്ഥനയുടെ പ്രാധാന്യവും ആവശ്യകതയും വിശദീകരിച്ച് എഴുതുകയും മതപീഡനം അവസാനിപ്പിക്കാൻ ഒറേലിയൂസ് ചക്രവർത്തിയോട് അപേക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രത്യുത്തരമായി ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അതനുസരിച്ച് ക്രിസ്ത്യാനികൾക്ക് അദ്ദേഹം സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു. മതത്തെ പ്രതി ആരെങ്കിലും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചാൽ അവൻ മരണശിക്ഷ വരെ കൊടുക്കാൻ അതിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം ഭാഗികമായി ലഭിച്ചുവെങ്കിലും മതപീഡനം പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. ചക്രവർത്തിയുടെ ഉപദേശക സമിതി സ്വീകരിച്ച് വിപരീതമായ നിലപാടായിരുന്നു അതിൻ്റെ കാരണം. ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം ചക്രവർത്തി കൽപ്പിച്ചു കൊടുത്തുവെങ്കിലും അന്ന് നിലവിലുണ്ടായിരുന്ന പീഡന നിയമം അദ്ദേഹം പിൻവലിച്ചിരുന്നില്ല. അതുകൊണ്ട് തുടർന്നും അനേകം ക്രിസ്ത്യാനികൾ പീഡനങ്ങളും മരണവും നേരിടേണ്ടി വന്നു. ഒരു അജപാലകനെന്ന നിലയിൽ ക്രിസ്ത്യാനികളുടെ നിരപരാധിത്വം നിഷ്കളങ്കതയും ചക്രവർത്തിയെ ബോധ്യപ്പെടുത്താൻ അപ്പോളിനാരിസിന് കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ നേട്ടമായിരുന്നു. വിചിന്തനം. ഈ ലോകമാകുന്ന സാഗരത്തിലൂടെ ജീവിതത്തിൻ്റെ വിവിധ സംഘർഷങ്ങളാകുന്ന തിരമാലകളിൽ അടിയുലഞ്ഞ് യാത്ര ചെയ്യുന്ന ഒരു വൻ കപ്പലാണ് തിരുസഭ. ആ കപ്പലിനെ ഉപേക്ഷിച്ച് പോകുകയല്ല നമ്മുടെ ചുമതല, പ്രത്യുത അതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുകയാണ്. വിശുദ്ധ ബോണിഫേസ്.